ഞങ്ങൾ പോരാടും, ഇനിയും ഞങ്ങൾ പോരാടും, ഇനിയും ഞങ്ങൾ പോരാടും. ഇനിയും ഞങ്ങൾ പോരാടും. പറയുന്നാരാന്നറിയാമോ? പറയുന്നാരാന്നറിയാമോ? അറിയില്ലെങ്കിൽ കേട്ടോളൂ. അറിയില്ലെങ്കിൽ ബിജെപി സർക്കാര്, ബിജെപി സർക്കാരെ, ബിജെപി സർക്കാര്. ബിജെപി പ്രാമാണികരെ ഓർത്തോളൂ. നിങ്ങൾക്കിനിയും മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല. കാറ്റും മാറിപ്പോകും, കാറ്റും മാറിപ്പോകും. ഈ മരണം താഴെ പോകും. ഭാരതമെന്നൊരു സ്വർഗരാജ്യം, മതേതരത്വം നിൽക്കുകയും രാജ്യം, മതേതരത്വം നിലയും രാജ്യം. കൊടികൾ കൈകളിലെന്തോ, ഭാവിക്കൊടികൾ കൈകളിലെന്തോ ഒന്നിച്ചൊന്നായതിപ്പിടും. ഇരുപത്തെട്ടാം ഐക്യദാർഢ്യം. ജയ് 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 ശ്രീവയ്യം. പ്രതിഷേധ റാലി ഞാൻ കണ്ടത്. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. ചിലപ്പോൾ നടന്നും ഓടിയും ചിലപ്പോൾ കരങ്ങൾ ഉയർത്തിയുമൊക്കെ റാലികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മുട്ടിൽമേൽ നടന്നുള്ള പ്രതിഷേധ റാലി അത് ക്രൈസ്തവ സഭയുടെ ചുണക്കുട്ടികളായ KCYM പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഞാനിവിടെ ഉച്ചസ്ഥൈര്യം പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, മാനിഷാദ കൗഞ്ചപക്ഷിയെ വേട്ടയാടുവാൻ കൈകളിൽ തന്റെ മുനയുള്ള അമ്പെടുത്തപ്പോൾ പാമുനി പറഞ്ഞു, വേടാ കാട്ടാളരുത്, ആ പക്ഷിയെ നീ കൊല്ലരുത് എന്ന് പറഞ്ഞു. അതിന്റെ പേരാണ് മാനിഷാദ. നിഷാദ, അരുത് കാട്ടാള എന്നാണ് എന്റെ അർത്ഥം. അതെ, പാവപ്പെട്ട കന്യാസ്ത്രീകളെ മാത്രമല്ല സമർപ്പിതരെയും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവരെയും ഇതുപോലെ അമ്പുകളേറ്റും കുന്തം കൊണ്ടും കുത്തിയും പ്രവർത്തിക്കുന്ന ചില കുൽസിത പ്രവർത്തനങ്ങളുടെ ഈ ഭാരത് നടക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നു, അരുത് കാട്ടാള എന്ന്. നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോട് ഞങ്ങൾ പറയുന്നു, അരുത് മോദി എന്ന് ഞങ്ങൾ പറയുന്നു. പ്രധാനമന്ത്രി ആയതുകൊണ്ട് അരുത് കാട്ടാള എന്ന് ഞങ്ങൾ പറയുന്നില്ല. സ്നേഹമുള്ളവരെ, അത്രമാത്രം കിരാത പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ KCYM യുവജന പ്രസ്ഥാനം പ്രത്യേകിച്ച് ബജ്രംഗൽ പ്രവർത്തകർക്ക് നന്ദി പറയുകയാണ്. എന്തിനാ നന്ദി പറയുന്നത്? രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ചതിന് അവരോട് നന്ദി പറയുന്നു. അവരോട് തോന്നിയാസം കാണിച്ചതിന് അവരോട് നന്ദി പറയുന്നു. അവരെ ഉപദ്രവിച്ചതിന് അവരോട് നന്ദി പറയുന്നു. അവരെ തുറങ്കിലടച്ചതിന് നന്ദി പറയുന്നു. കാരണം കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലും ലോകമെമ്പാടും ഇപ്പോൾ അതുമൂലം ഈ സിസ്റ്റേഴ്സിന്റെ, ഈ സമർപ്പിതരുടെ കാരുണ്യ പ്രവർത്തികൾ ലോകമെമ്പാടും അറിഞ്ഞുകൊണ്ടിരിക്കുവാൻ ഭാഗമാക്കിയ ബജ്രംഗൽ പ്രവർത്തകർക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇനിയും ഇതുപോലെ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ കണ്ടവരാണ് ഞങ്ങൾ. ഈ ചോര ചിന്തി കാൽവരി മലയിൽ കുരിശിൽ ചോര ചിന്തിയ കർത്താവിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ക്രൈസ്തവ ജനതയ്ക്ക് യാതൊരു